ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ സൈക്കോളജി ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിറ്റ് 1-ലെ വേരിയേഷൻസ് ഇൻ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് എന്ന പാഠത്തിലെ സെക്കൻഡ് പാർട്ട്, അതായത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചുമായിട്ടാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച്. ഇപ്പൊ കഴിഞ്ഞ ലൈവ് സെഷനിൽ നമ്മൾ എന്താണ് ഇന്റലിജൻസ് എന്നും അതുപോലെ തന്നെ ഇന്റലിജൻസിൽ തന്നെ സൈക്കോമെട്രിക് അല്ലെങ്കിൽ സ്ട്രക്ചറൽ അപ്രോച്ചിനെ കുറിച്ച് പഠിച്ചു അല്ലെ. അതിൽ തന്നെ വിവിധ തിയറീസും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിനെ കുറിച്ചാണ്. എന്താണ് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച്? ഇതിന്റെ പേരിൽ തന്നെയുണ്ട് അതിന്റെ എസൻസ്. അതായത് സ്ട്രക്ചറൽ അപ്രോച്ച് ഇന്റലിജൻസിന്റെ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ കോമ്പണൻസിനെ ഫോക്കസ് ചെയ്തപ്പോൾ ഇവിടെ നമ്മുടെ ഇന്റലക്ച്വൽ ബിഹേവിയറിന് പിന്നിൽ ഉള്ള ആ മാനസിക പ്രക്രിയകളെ അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് എംഫസിസ് കൊടുക്കുന്നത്. ഇറ്റ് എംഫസൈസസ് സ്റ്റഡിയിങ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് അണ്ടർലൈൻ ഇന്റലിജന്റ് ബിഹേവിയർ. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ നേടുന്നത് അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് ആവശ്യാനുസൃതം അത് റിട്രൈവ് ചെയ്യുന്നത്, എങ്ങനെയാണ് സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ഇന്റലക്ച്വൽ റീസണിങ്ങിനും പ്രശ്നപരിഹാരത്തിനും ഒക്കെ ആവശ്യമുള്ള വിവിധ മാനസിക പ്രക്രിയകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്രോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്റലിജൻസിനെ വ്യൂ ചെയ്യുന്നത് ഒരു കൂട്ടം മെന്റൽ പ്രോസസ് ആയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വൈജ്ഞാനികമായിട്ടുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ആയിട്ടുള്ള അറ്റൻഷൻ, മെമ്മറി, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ട്രക്ചറൽ അപ്രോച്ചിൽ നമ്മൾ എന്താ കണ്ടത്? ഇന്റലിജൻസിന്റെ കോമ്പണൻസ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ്, ഫാക്ടേഴ്സ്, സ്പെഷ്യൽ എബിലിറ്റീസ്, ഇതിനൊക്കെ ഫോക്കസ് ചെയ്തപ്പോൾ ഇവിടെ മെന്റൽ പ്രോസസ്സിനെ അല്ലെങ്കിൽ ഇന്റലിജൻസിന് പിന്നിലുള്ള ആ ഒരു മെക്കാനിസത്തിനെയാണ് എക്സാമിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് സ്ട്രക്ചറൽ അപ്രോച്ചിലുള്ളത് പോലെ തന്നെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിന് കീഴിലും വിവിധ തിയറീസ് വരുന്നു. അവ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. നിങ്ങളുടെ +2 ബോർഡ് എക്സാം ആയിക്കോട്ടെ, CUET എക്സാം ആയിക്കോട്ടെ, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അത്രയും എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇത് മുന്നോട്ട് വെച്ചത് ഹവാർഡ് ഗാർഡ്നർ ആണ്. അപ്പൊ ഹവാർഡ് ഗാർഡ്നർ ബാക്കിയുള്ള തിങ്കേഴ്സിൽ നിന്നും കുറച്ച് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആയിരുന്നു മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആൽഫ്രഡ് ബീനോ ഒക്കെ പറഞ്ഞതുപോലെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞത് ഒരു സിംഗിൾ എൻറ്റൈറ്റി അല്ലെങ്കിൽ ഒരു സിംഗിൾ എബിലിറ്റി ആയിരുന്നില്ല. Other than he believed that the different types of intelligence exist. അതായത് ഒരു തരത്തിലുള്ള ഒരു ഡയമെൻഷൻ അല്ലാതെ പലതരത്തിലുള്ള ഇന്റലിജൻസ് ഓരോ ഇൻഡിവിജ്വലിലും ഉണ്ടെന്നും ഇവ പരസ്പരം ഇൻഡിപെൻഡന്റ് ആണെന്നും ഇവയൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടി ഒരുപാട് ഭയങ്കര, അതായത് അവരുടെ ഫീൽഡുകളിൽ, അതായത് അതിപ്പോ എഞ്ചിനീയറിംഗ് ആവട്ടെ അല്ലെങ്കിൽ മെക്കാനിക്സ് ആവട്ടെ, തങ്ങളുടേതായ ഫീൽഡിൽ വളരെ ശോഭിച്ചിരുന്ന ഒരു കൂട്ടം വ്യക്തികൾ, അതായത് എക്സ്ട്രീംലി ടാലന്റഡ് പേഴ്സൺ, ഇവരുടെ മേലായിരുന്നു ഇദ്ദേഹം പഠനം നടത്തിയത്. അങ്ങനെ അദ്ദേഹം 8 തരത്തിലുള്ള ഇന്റലിജൻസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ 8 തരം ഇന്റലിജൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ഭാഷാപരമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് ആണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഭാഷ എന്ന് പറയുമ്പോൾ തന്നെ ഭാഷ കൈകാര്യം ചെയ്യുവാനും അത് സന്ദർഭോചിതമായി ഉപയോഗിക്കുവാനും എല്ലാമുള്ള കഴിവുകളെയാണ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ളവർക്ക് അവരുടെ സംബന്ധിച്ചിടത്തോളം ഏത് വാക്കുകൾ ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കണമെന്നും അതുപോലെ തന്നെ ഭയങ്കര ഫ്ലെക്സിബിളും ഫ്ലുവന്റും ആയിട്ടൊക്കെ ഇവർക്ക് സംസാരിക്കാൻ കഴിയും. അതുപോലെ തന്നെ തന്റെ വാക്കുകളിലൂടെ ആ ഒരു കോൺസെപ്റ്റ് ഈസി ആയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെയുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്ക്. ഇവരെയാണ് നമ്മൾ പൊതുവെ വേർഡ് സ്മാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ മലയാളത്തിൽ വാക്ചാതുര്യം, വാക്സാമർത്ഥ്യം എന്നൊക്കെ. അത് ഈ ഇന്റലിജൻസ് കൂടുതലുള്ളവരെയാണ്. അതായത് വേർഡ്സ്, വാക്കുകളുടെ തന്നെ പലതരം മീനിങ്സിനോട് ഇവർ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതെങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം, അതുപോലെ തന്നെ ഈ ഭാഷയിലൂടെ ആ അതായത് അവരുടെ മൈൻഡിൽ എങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഇമേജ് കൊടുക്കണം എന്നൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത് പോയറ്റ്സ്, കവികള്, റൈറ്റേഴ്സ്, എഴുത്തുകാര്, ഒറേറ്റേഴ്സ്, പ്രഭാഷകരൊക്കെയാണ്. അപ്പൊ നമ്മളൊരു ടീച്ചിങ്ങിന്റെ കേസ് എടുത്താലും
നമുക്ക് എത്രത്തോളം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഐഡിയ എഫക്റ്റീവായിട്ട് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റും എന്നതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ആ വാക്കുകളെ ഉപയോഗിക്കുന്നത് എന്നതാണ്. അപ്പൊ ഇവിടെയും ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിന്റെ ഒരു പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത തരം ഇന്റലിജൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. അതായത് ലോജിക്കിനും മാത്തമാറ്റിക്സിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു തരം ഇന്റലിജൻസ്. ശാസ്ത്രീയപരമായിട്ട് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, എങ്ങനെ ചിന്തിക്കും, എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇവിടെ യുക്തിക്ക്, അതായത് റാഷണൽ ആയിട്ടായിരിക്കും ഇവരെല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുക. ക്രിറ്റിക്കൽ അനാലിസിസ് എന്നൊക്കെ പറയാറില്ലേ, ഇവർക്ക് അബ്സ്ട്രാക്ട് റീസണിങ്ങിന് നല്ല കഴിവുണ്ട്. അതായത് ഫിസിക്കലി പ്രസന്റ് അല്ലാതെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ടൈം, ഡിസ്റ്റൻസ്, ഇതിനെക്കുറിച്ചൊക്കെ, അതായത് അബ്സ്ട്രാക്ട് റീസണിങ്ങിലും അതുപോലെ തന്നെ സിമ്പിൾസ് മാനിപ്പുലേറ്റ് ചെയ്ത് മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല, അതായത് നമ്മളൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഒരുപാട് വാരിയബിൾസ്, ഇക്വേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, പ്ലസ് മൈനസ്, ഇത് ഒരുപാട് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിലുള്ള ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. ഇതിന് ഉദാഹരണമായിട്ട് പറയാറുള്ളത് സയന്റിസ്റ്റ്സ്, മാത്തമെറ്റീഷ്യൻസ്, എക്കണോമിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നൊബേൽ പ്രൈസ് വിന്നേഴ്സ്, ഇവരൊക്കെയാണ്. മൂന്നാമതൊരു ഇന്റലിജൻസ് ആണ് സ്പേഷ്യൽ ഇന്റലിജൻസ്. സ്പേഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് സ്പേസ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. അതായത് സ്പേഷ്യൽ ഇന്റലിജൻസ് കൂടുതലും ഒരു 3 ഡയമെൻഷണൽ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ നിങ്ങൾക്ക് ഇമേജസും പാറ്റേൺസും ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നോക്കാം. അതായത് നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ ഒക്കെ ഇരുന്നാവും ഈ ക്ലാസ് കേൾക്കുന്നത്. അവിടെ എവിടെയെങ്കിലും ഒരു ഡോർ ഉണ്ടാവുമല്ലോ. ജസ്റ്റ് ട്രൈ ടു ഇമാജിൻ വാട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക് ബിഹൈൻഡ് ദ ഡോർ. അതായത് നിങ്ങളെ ഡിറക്റ്റ് വിഷൻ അപ്പുറത്തുള്ള ആ ഡോറിന്റെ പിന്നിലെ കാഴ്ച എന്തായിരിക്കും? നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനിപ്പോ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ട് ഡോർ ആയിരിക്കട്ടെ, ആ പുറത്തെ മുറ്റത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും സ്പേഷ്യൽ ഇന്റലിജൻസ് അത്യാവശ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു റൂമിലേക്കുള്ള ഡോർ ആകട്ടെ, ആ റൂമിന് പിന്നിലുള്ള ആ ഒരു സ്പേസ്, എവിടെയാണ് ബെഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് അലമാര എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിൽ വരുന്നുണ്ട്. ദെൻ യു ആർ യൂസിങ് യുവർ സ്പേഷ്യൽ ഇന്റലിജൻസ്. അതായത് മെന്റൽ ഇമേജസിനെ നിങ്ങളുടെ മൈൻഡിൽ ഫോം ചെയ്യാനും അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുവാനും അത് ട്രാൻസ്ഫോം ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ തന്നെ നിങ്ങൾ ആ ഡോറിന് പിന്നിലുള്ള കാഴ്ച നിങ്ങൾ ജസ്റ്റ് മൈൻഡിൽ ഫോം ചെയ്തില്ലേ. ഇനി നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്തേ, അവിടെ ഒരു ഫോട്ടോ, അതായത് ഫാമിലി ഫ്രെയിം ആ വാളിൽ തൂക്കിയാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഇവിടെ നിങ്ങൾ ആ മെന്റൽ ഇമേജിനെ ട്രാൻസ്ഫോം ചെയ്യുക. ശരിക്കും നിങ്ങൾ അവിടെ വാളിൽ ആ ഫ്രെയിം തൂക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾ മെന്റൽ ഇമേജിൽ അവിടെ ആ വാളിൽ എന്തുണ്ട്? ആ ഒരു ഫ്രെയിം ഇല്ലേ? യു ആർ ട്രാൻസ്ഫോമിങ് ദാറ്റ് മെന്റൽ ഇമേജ്. സോ ഇവിടെയൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ഇന്റലിജൻസ് കൂടിയവർക്ക് ഈസി ആയിട്ട് അവരുടെ മൈൻഡിൽ ഒരു സ്പേഷ്യൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന് ഉദാഹരണമാണ് പൈലറ്റ്സ്, അതുപോലെ തന്നെ സെയിലേഴ്സ്, സ്കൾപ്റ്റേഴ്സ്, പെയിന്റേഴ്സ്, ആർക്കിടെക്ട്സ്, ഇന്റീരിയർ ഡെക്കറേറ്റേഴ്സ്, സർജൻസ് ഒക്കെ. കാരണം ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അവരാണ് ആ ഒരു ബിൽഡിങ്ങിനെ ആദ്യമായിട്ട് അവരുടെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യില്ലേ. ഇപ്പൊ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നവരാണെങ്കിലും വളരെ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് വാഷ് ചെയ്ത ഒരു വീടിനെ അത്രയ്ക്കും ബ്യൂട്ടിഫൈ ചെയ്യുന്നത് ആ ഫസ്റ്റ് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജ് സൃഷ്ടിക്കപ്പെടുന്നത് അവരുടെ ആ ഒരു മൈൻഡിലാണ്. അതുപോലെ തന്നെ സർജൻസ് ആണെങ്കിലും കൃത്യമായിട്ട് ഇവർക്കൊരു മെന്റൽ റെപ്രസെന്റേഷൻ ഉണ്ടാവും, എവിടെയാണ് ഈ സർജറി ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ ഇവിടെയെല്ലാം സ്പേഷ്യൽ ഇന്റലിജൻസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അടുത്ത തരം ഒരു ഇന്റലിജൻസ് ആണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് നമ്മുടെ ചുറ്റുമുള്ള റിതംസിനോടും മ്യൂസിക്കൽ പാറ്റേൺസിനോടും ഒക്കെ എക്സ്ട്രീംലി സെൻസിറ്റീവ് ആവും. എന്തിലും സംഗീതം കണ്ടെത്തുന്ന ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് ഇപ്പൊ നിങ്ങളുടെ ടാപ്പിൽ നിന്നും വെള്ളം ഉറ്റുന്നതാവട്ടെ, അതിലും അവരൊരു റിതം കാണും. മഴത്തുള്ളികളാവട്ടെ, എല്ലാത്തിലും ഒരു റിതം, ഒരു മ്യൂസിക് ഇവർക്ക് കേൾക്കാൻ സാധിക്കും. ഇവർക്ക് സ്വന്തമായിട്ട് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കമ്പോസ് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ്, അതായത് നിലവിലുള്ള ഒരു മ്യൂസിക്കിനെ ഇംപ്രൂവൈസ് ചെയ്യാനും അത് മാനിപ്പുലേറ്റ് ചെയ്യാനും റീമിക്സ് ചെയ്യാനും ഒക്കെ സാധിക്കും.
അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് കൂടുതലുള്ളവർ അവർക്ക് ചുറ്റുമുള്ള ശബ്ദങ്ങളോടും വൈബ്രേഷൻസിനോടൊക്കെ ഒരുപാട് സെൻസിറ്റീവ്. ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ സിംഗേഴ്സും അതേപോലെ തന്നെ ഗിറ്റാർ, വയലിൻ പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. മുഴുവൻ ബോഡി ആവട്ടെ അല്ലെങ്കിൽ കൈയോ കാലോ അങ്ങനെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് ആവട്ടെ, എങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ഉപയോഗിക്കാം എന്നുള്ളതിന് ഇവർക്ക് നല്ലൊരു ധാരണയുണ്ടാവും. അത് മാത്രമല്ല അതിനവർക്ക് ഒരു പ്രത്യേക കഴിവും ഉണ്ടാവും. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, മെയ് വഴക്ക് വന്നിട്ട് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും തങ്ങളുടെ ബോഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി പാർട്ടോ ഡിസ്പ്ലേക്ക് വേണ്ടി. ഇപ്പൊ ഉദാഹരണത്തിന് ജിംനാസ്റ്റിക്സിനെ കണ്ടിട്ടില്ലേ, ഡാൻസേഴ്സിനെ കണ്ടിട്ടില്ലേ, അത്ലറ്റ്സിനെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് ഈ ശില്പികളെയൊക്കെ കണ്ടിട്ടില്ല, അവരുടെ കൈ എന്തൊരു ക്രിയേറ്റീവ് ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടാണ് അവർ ആ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സർജൻസിന്റെ കേസിൽ അപ്പൊ ഇവിടെ എല്ലാം അവരുടെ ബോഡി അല്ലെങ്കിൽ ബോഡി പാർട്സ് ഫ്ലെക്സിബിൾ ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ഉപയോഗിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസിന് ഉദാഹരണം. ഇനി ആറാമത്തേതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇവിടെ ഏഴാമത്തേത് തന്നെ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും പലരും ഈ രണ്ട് കോൺസെപ്റ്റ്സും കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇന്റർപേഴ്സണലും ഇൻട്രാ പേഴ്സണലും ജസ്റ്റ് ഒരു അക്ഷരത്തിന്റെ മാറ്റമല്ല എവിടെയുള്ളൂ, പക്ഷെ ഈ രണ്ട് കോൺസെപ്റ്റ്സും എൻറ്റയർലി ഡിഫറെന്റ്. അതായത് ഇന്റർ എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, എന്നാൽ ഇൻട്ര എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫ്രം വിത്തിൻ, അതായത് സ്വയം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇന്റർ ഗ്രൂപ്പ് ഇൻട്രാ ഗ്രൂപ്പ് കോമ്പറ്റീഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്റർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആവും. എന്നാൽ ഇൻട്രാ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിനകത്ത് നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ. അതേ ഒരു കോൺസെപ്റ്റ് തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, അതായത് ബാക്കിയുള്ളവരുടെ നമുക്ക് ചുറ്റുമുള്ളവരുടെ ബിഹേവിയറിനോട്, അവരുടെ മോട്ടീവ്സിനോട്, ഫീലിങ്സിനോട്, ഇതിനോടെല്ലാം ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കുക. ഇത് മാത്രമല്ല അത് മനസ്സിലാക്കി അതിനോട് എംപതറ്റിക് ആയിട്ട് അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും കൂടെ ഇവർക്ക് സാധിക്കും. പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും ഇത്തരക്കാർക്ക് കഴിയും. ഇതിന് ഉദാഹരണമാണ് സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലേഴ്സ്, പൊളിറ്റീഷ്യൻസ്. ഇനി ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസിലേക്ക് വരുമ്പോൾ ഇവർ മറ്റുള്ളവരെക്കാളും മറ്റുള്ളവരുടെ ഫീലിങ്സിനേക്കാളും തങ്ങളുടെ സ്വന്തം ഫീലിങ്സിനെയും തങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെയും മോട്ടീവ്സിനെ കുറിച്ചും ഒരു വ്യക്തമായ ധാരണ ഇവർക്കുണ്ടാവും. അപ്പോൾ ഇവർക്ക് തങ്ങളുടെ മികവുകളെ കുറിച്ചും കുറവുകളെ കുറിച്ചും ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടെന്നുണ്ട് എങ്ങനെ ഈ നോളേജ് മറ്റുള്ളവരിലേക്ക് റിലേറ്റ് ചെയ്യാനോ എന്നും ഇവർക്ക് നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അതായത് നന്നായിട്ട് തന്റെ ഫീലിങ്സിനെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും കൂടെ എംപത്തറ്റിക് ആയിരിക്കും. ബാക്കിയുള്ളവരുടെ പ്രശ്നം they can easily put themselves in others' shoes എന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ തന്നെ കുറിച്ചുള്ള ആ ഒരു നോളജ് ബാക്കിയുള്ളവരുമായിട്ട് എഫക്റ്റീവ്ലി റിലേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റലിജൻസ്, അതായത് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഐഡന്റിറ്റിയെ കുറിച്ചും തങ്ങൾ എന്തിനാണ്, അതായത് മനുഷ്യന്റെ ഒരു എക്സിസ്റ്റൻസിന് പിന്നിലുള്ള ആ ഒരു സത്യം, അല്ലെങ്കിൽ എന്തിനാണ് തന്റെ ലൈഫിന്റെ ഒരു പേർപ്പസ് എന്നൊക്കെ അതിനെക്കുറിച്ചെല്ലാം ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകും. അപ്പൊ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസിന് ഉദാഹരണമാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ലീഡേഴ്സ് ഒക്കെ. നമ്മൾ ഈ സന്യാസിമാരുടെ ഒക്കെ കേസിൽ അവർക്ക് ഇതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ഒരു തരം ഇന്റലിജൻസ് ആണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, നേച്ചർ, അതായത് പ്രകൃതിയോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. തങ്ങൾ ചുറ്റുമുള്ള ആ പ്രകൃതിയോട് ഇവർക്കൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആ പ്രകൃതിയിലുള്ള ഫ്ലോറയും ഫോണയും, ചെടികളും മൃഗങ്ങളും ഒക്കെ ഇവർക്ക് അതിലെല്ലാം ഒരു സൗന്ദര്യം കണ്ടെത്തുന്നവരായിരിക്കും. അത് മാത്രമല്ല ഇവർക്ക് പലതരം ചെടികളും പലതരം മൃഗങ്ങളും പലതരം കല്ലുകളാവട്ടെ ഇങ്ങനെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട എന്തും ഈസിലി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഒരു സെന്റൻസ് നിങ്ങൾക്ക് അറിഞ്ഞില്ലേ, മേക്കിംഗ് സബിൾ ഡിസ്ക്രിമിനേഷൻസ് ഇൻ ദ നാച്ചുറൽ വേൾഡ്. ഇപ്പൊ നമ്മള് ബോട്ടണിസ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് രണ്ട് ചെടികൾ തമ്മിലുള്ള ഡിഫറൻസ് അതിന്റെ ഒരു ടെക്സ്ചറിൽ നിന്നും കളറിൽ നിന്നും ഒക്കെ ഈസിലി മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇനി ഒരു ജിയോളജിസ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ രണ്ട് റോക്കുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് അതിന്റെ ആ ഒരു ടെക്സ്ചറിൽ നിന്നും സ്ട്രക്ചറിൽ
എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദേ ക്യാൻ ഈസിലി ഡിസ്ക്രിമിനേറ്റ് among തിങ്സ് ഇൻ ദ നാച്ചുറൽ. അതുപോലെ തന്നെ നാച്ചുറൽ വേൾഡുമായിട്ട് ഇവർക്ക് നല്ലൊരു റിലേഷൻഷിപ്പും ഉണ്ടാവും എന്നാണ് ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പാർട്ട്. അപ്പൊ നമ്മൾ ഹവർഡ് ഗാർഡനറിന്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസും അതിന്റെ 8 തരം ടൈപ്പുകളും ഒക്കെ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് ആയിട്ടുള്ള ട്രൈആർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് എന്ന കോൺസെപ്റ്റിനെ പറ്റിയാണ്. ഇത് മുന്നോട്ട് വെച്ചത് റോബർട്ട് സ്റ്റേൺബർഗ് ആണ്. അപ്പൊ ഇദ്ദേഹം ഇന്റലിജൻസിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് കൊടുത്തത്. ഇറ്റ്സ് എബിലിറ്റി ടു അഡാപ്റ്റ്, ടു ഷേപ്പ് ആൻഡ് സെലക്ട് എൻവയോൺമെന്റ് ടു അക്കംപ്ലിഷ് വൺസ് ഗോൾസ് ആൻഡ് ദോസ് ഓഫ് വൺ സൊസൈറ്റി ആൻഡ് കൾച്ചർ. അതായത് ചുറ്റുമുള്ള എൻവയോൺമെന്റുമായിട്ട് ഈസിലി അഡാപ്റ്റ് ചെയ്യുവാനും അതിന് അത്ര കംഫർട്ടബിൾ അല്ലെങ്കിൽ അതിനെ തനിക്ക് ഉതകുന്ന രീതിയിൽ ഷേപ്പ് ചെയ്യുവാനും അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചൊരു എൻവയോൺമെന്റ് സെലക്ട് ചെയ്യുവാനും ആ എൻവയോൺമെന്റിൽ തന്റെയും തനിക്ക് ചുറ്റുമുള്ള സൊസൈറ്റിയുടെയും കൾച്ചറിന്റെയും ഒക്കെ ഗോൾസ് അക്കംപ്ലിഷ് ചെയ്യുവാനും കഴിയുന്ന ആ ഒരു പ്രാപ്തിയെയാണ് അദ്ദേഹം ഇന്റലിജൻസ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ റോബർട്ട് സ്റ്റേൺബർഗിന്റെ അഭിപ്രായ പ്രകാരം 3 തരം ഇന്റലിജൻസ് ഉണ്ട്: കോമ്പണൻഷ്യൽ, എക്സ്പീരിയൻഷ്യൽ ആൻഡ് കോണ്ടെക്സ്റ്റുവൽ. അപ്പോൾ ഈ 3 തരം ഇന്റലിജൻസിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കോമ്പണൻഷ്യൽ ഇന്റലിജൻസ്. കോമ്പണൻഷ്യൽ ഇന്റലിജൻസിനെ തന്നെയാണ് അനാലിറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്. കാരണം ഇവിടെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്ത് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളതിനാണ് ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കോമ്പണൻഷ്യൽ ഇന്റലിജൻസ് കൂടുതലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കാര്യത്തെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുവാനും അതിന് പ്രശ്നപരിഹാരം കണ്ടെത്തുവാനൊക്കെ ഇവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഈ തരം, അതായത് ഈ കോമ്പണൻഷ്യൽ അനലിറ്റിക്കൽ ഇന്റലിജൻസിനെ തന്നെ 3 കോമ്പണൻസ് ആയിട്ട് ഇദ്ദേഹം സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ 3 കോമ്പണൻസിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും ഉണ്ട്. ഫസ്റ്റ് കോമ്പണന്റ് എന്ന് പറയുന്നത് നോളജ് അക്വിസിഷൻ കോമ്പണന്റ്. അതായത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പഠിക്കുന്ന ആ ഒരു സ്റ്റേജില്ലേ, അതാണ് ഇവിടെ നോളജ് അക്വിസിഷൻ കോമ്പണന്റുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് മെറ്റാ കോമ്പണന്റ് അല്ലെങ്കിൽ ഹയർ ഓർഡർ കോമ്പണന്റ് എന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇനി ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് കൺസേൺ ചെയ്യുന്ന ഒരു പ്ലാനിങ്, അതായത് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വേണം. ആ പ്ലാനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് മെറ്റാ കോമ്പണന്റ് നമ്മൾ പറയാറ്. തേർഡ് ആയിട്ടുള്ളതാണ് പെർഫോമൻസ് കോമ്പണന്റ്. അതായത് നേരത്തെ നമ്മൾ പഠിച്ചു, പ്ലാൻ ചെയ്തു എങ്ങനെയാ കാര്യങ്ങൾ ചെയ്യേണ്ടത്. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ ആക്ച്വലി ആ കാര്യം ചെയ്യുകയാണ്. അവിടെ നമ്മൾ ആക്ച്വലി ആ കാര്യം പെർഫോം ചെയ്യുകയാണ്. അപ്പൊ നമുക്കിതൊരു എക്സാമ്പിളിലൂടെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബൈസൈക്കിൾ ഓടിക്കാന്ന് വിചാരിക്കും. ഒരു സൈക്കിൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ സൈക്കിൾ ഓടിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അതിന്റെ ടെക്നിക്ക് പഠിക്കണം. അപ്പൊ നിങ്ങൾ കുറെ നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ ഒക്കെ സൈക്കിൾ ഓടിക്കുന്നത് ഒബ്സർവ് ചെയ്യുമല്ലേ. അവിടെ നോളജ് അക്വിസിഷൻ കോമ്പണന്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളിപ്പോ ഈ ടെക്നിക്കൊക്കെ മനസ്സിലാക്കി ഇനി നിങ്ങൾ പ്ലാൻ ചെയ്യും. ഞാൻ സൈക്കിൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ ബാലൻസ് ചെയ്താൽ എനിക്ക് നന്നായിട്ട് ഓടിക്കാൻ പറ്റും. ഇവിടെ മെറ്റാ കോമ്പണന്റ് വർക്ക് ചെയ്യും. അടുത്തതായിട്ട് നിങ്ങൾ ആ സൈക്കിൾ ശരിക്കും ഓടിക്കും. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെയാണ് പെർഫോമൻസ് കോമ്പണന്റ് വരുന്നത്. നിങ്ങൾക്ക് കോമ്പണൻഷ്യൽ ഇന്റലിജൻസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസിലേക്ക് പോവാം, അതായത് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ്. ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, എക്സ്പീരിയൻസ്. അതായത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്രിയേറ്റീവ് ഇന്റലിജൻസ്. നമുക്ക് പാസ്റ്റിൽ ഉണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെ നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ക്രിയേറ്റീവ്ലി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. ഇതാണ് ഇവിടെ ക്രിയേറ്റീവ് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് തങ്ങൾക്ക് അവരുടെ പാസ്റ്റിലുണ്ടായ പല എക്സ്പീരിയൻസസും അല്ലെങ്കിൽ അവർ പഠിച്ച പല കാര്യങ്ങളും ഇന്റഗ്രേറ്റ് ചെയ്ത് അവരുടേതായ ഒരു തനിമയുള്ള ഒരു ഒറിജിനൽ രീതിയിൽ പുതിയ ഡിസ്കവറീസും അതുപോലെ തന്നെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതിന് ഉദാഹരണമായിട്ട് നമുക്കിപ്പോ തോമസ് ആൽവ എഡിസന്റെ കഥ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്. അദ്ദേഹം ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കാൻ ഏതാണ്ട് 10,000-ഓളം ശ്രമങ്ങൾ നടത്തി എന്നാ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് മുന്നേ ഒരുപാട് സയന്റിസ്റ്റ്സ് ചെയ്ത ലൈറ്റിംഗ് മെത്തേഡ്സിന് നോളജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് തന്നെ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹം കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അങ്ങനെ അവസാനമായപ്പോഴേക്കും അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഒറിജിനൽ മെത്തേഡിൽ ഒരു ലൈറ്റ് ബൾബ് ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണ് ലോകത്തിലെ ഫസ്റ്റ് ഇൻകാൻഡസെന്റ് ലൈറ്റ് ബൾബ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനൊരു ഉദാഹരണമായിട്ട് ഇതിനെ വിലയിരുത്താവുന്നതാണ്.
ബിക്കോസ് ഇദ്ദേഹം എന്താ ചെയ്തേ, അദ്ദേഹത്തിന്റെ പാസ്റ്റിലെ ഡിഫറെന്റ് എക്സ്പീരിയൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ഒറിജിനൽ വേയിൽ ഒരു പുതിയ ഇൻവെൻഷൻ നടത്തി. പിന്നെ ഞാൻ അതിന് കീഴെ തന്നെ വേറൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മുന്നേ പറഞ്ഞ സെയിം ബൈസൈക്കിളിന്റെ കേസ്. അപ്പൊ നിങ്ങളൊരു ഹില്ലി ടെറൈനിലൂടെ ബൈസൈക്കിൾ ഓടിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ഒരാൾ എന്താ ചെയ്യുക, അദ്ദേഹം അവരുടെ പാസ്റ്റ് അതായത് ഇതേപോലെയുള്ള ടെറൈനിലെ ഓടിച്ച ഒരു എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എന്ത് ചെയ്യും, അവരുടെ പോസ്ചറും അതുപോലെ തന്നെ സ്പീഡൊക്കെ കുറിച്ച് വളവിലൊക്കെ ശ്രദ്ധിച്ചായിരിക്കും ഓടിക്കാം. ഇതും എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസിന് എന്താണ് ഉദാഹരണമാണ്. അടുത്ത തരം ഇന്റലിജൻസ് ആണ് കോണ്ടെക്സ്ച്വൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. It involves the ability to deal with environmental demands encountered on a daily basis. സന്ദർഭോചിതമായിട്ട് എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇതിനെയാണ് നമ്മൾ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് അല്ലെങ്കിൽ ബിസിനസ് സെൻസ് എന്നൊക്കെ വിളിക്കാറ്. ഇവർക്ക് അവരുടെ കറന്റ് എൻവയോൺമെന്റിനോട് ഈസിലി അഡാപ്റ്റ് ചെയ്യുന്നു. ഇനി അഥവാ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരൊന്നും കൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ചൂസ് ചെയ്യും. അതും അല്ലെങ്കിൽ അവർ ആ ഒരു കറന്റ് എൻവയോൺമെന്റിനെ അവർക്ക് ഒന്നും കൂടെ യോജിക്കുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യും. കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസിന് ഉദാഹരണമായിട്ട് പറയാവുന്ന ഒരു കേസാണ് നമ്മുടെ സെയിൽസ്മാനിന്റെ. അതായത് നമ്മൾ വില പേശുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, അതായത് ഫസ്റ്റ് നമ്മൾ ഒരു 500 രൂപ, അതായത് അവർ 500 രൂപ പറഞ്ഞൊരു സാധനം നമ്മൾ പെട്ടെന്ന് ഒരു 200 രൂപ എന്ന് പറഞ്ഞാൽ അവർ പറയും അയ്യോ തരാൻ പറ്റില്ല. ഫസ്റ്റ് അവർ ഭയങ്കര ഹെസിറ്റന്റ് ആവും അല്ലെ. എന്നാൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ മുഖമൊക്കെ തിരിച്ച് നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല എന്ന് കാണിച്ച് നടന്നു നീങ്ങുമ്പോൾ അവർ നമ്മളെ പിന്നീന്ന് വിളിക്കും, ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ വാ നമുക്കൊന്ന്. അതായത് അവർക്ക് മനസ്സിലാകും ഇത്രയ്ക്ക് മസിൽ പിടിച്ച് നിന്നിട്ട് കാര്യമില്ല, ഈ കസ്റ്റമർ പോകും. അപ്പൊ അവരുടെ സ്വരത്തിലേക്ക് ഒരു ചെറിയ മാറ്റം വരുത്തും. എന്നിട്ട് ഒന്നും കൂടെ നമ്മളെ എൻഗേജിങ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡീലൊക്കെ നമുക്ക് തരാൻ റെഡി ആവും. അങ്ങനെ എങ്ങനെയെങ്കിലും ആ സെയിൽ ക്ലോസ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുക. അപ്പൊ ഇതൊരു കോണ്ടെക്സ്റ്റുവൽ ഇന്റലിജൻസിന് ഉദാഹരണമാണ്. നമ്മൾ ട്രൈയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയുണ്ടായി. ഇനി നമ്മൾ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിലെ മൂന്നാമത്തെ തിയറി ആയിട്ടുള്ള പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസ്, പ്ലാനിങ്, അറ്റൻഷൻ, അറൗസൽ ആൻഡ് സൈമൾട്ടാനിയസ് സക്സസീവ് മോഡൽ ഓഫ് ഇന്റലിജൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റേജിൽ, അതായത് ഈ ഒരു തരം ഇന്റലിജൻസ് തിയറിയിൽ പ്രധാനമായിട്ടും 3 ന്യൂറോളജിക്കൽ സിസ്റ്റംസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഈ 3 ന്യൂറോളജിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ 3 പാർട്സ് ആണ്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കേണ്ടതില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം, നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും ഉള്ളത്. പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം, നമ്മുടെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും നമ്മുടെ ബോഡി പാർട്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, ഇതിലാണ് സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് എന്നുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ 3 ന്യൂറോളജിക്കൽ സിസ്റ്റം ഒരുമിച്ച് വർക്ക് ചെയ്യും ആണ് ഈ ഇന്റലക്ച്വൽ ആക്ടിവിറ്റി ആണ് ഇന്റലിജൻസ് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. അപ്പൊ ഇതിൽ 3 കോമ്പണൻസ് അല്ലെങ്കിൽ സ്റ്റേജസ് എന്ന് പറയുന്നത് അറൗസൽ ഓർ അറ്റൻഷൻ, കോഡിംഗ് ഓർ പ്രോസസ്സിംഗ് ആൻഡ് പ്ലാനിങ്. ഈ 3 ആണ് ഈ ഒരു തിയറി ഓഫ് ഇന്റലിജൻസിലെ പ്രധാന 3 പില്ലേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സിസ്റ്റംസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 3 ന്യൂറോളജിക്കൽ സിസ്റ്റവും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതും ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതും. നമുക്ക് ആദ്യമായിട്ട് അറൗസൽ ഓർ അറ്റൻഷനെ കുറിച്ച് പഠിക്കാം. അറൗസൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ട് അലേർട്ട് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അറൗസലും അറ്റൻഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സ്റ്റിമുലിയും ആകട്ടെ അതിന് നമ്മുടെ ഫോക്കസ് ഉണ്ടാവുള്ളൂ അല്ലേ. ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അത് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ. പക്ഷെ അറൗസൽ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഒരു പ്രശ്നം. നമുക്കൊരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് അറൗസൽ വേണം. ഉദാഹരണത്തിന് നിങ്ങൾ ക്ലാസ്സിലിരിക്കും, നിങ്ങൾ അങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കും. അപ്പൊ പെട്ടെന്ന് ടീച്ചർ പറയാം നാളെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്, ഇന്നത്തെ പോർഷൻസ് ആയിരിക്കും പഠിപ്പിക്കുക. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉത്തേജനം സൃഷ്ടിക്കും അല്ലെ. ഇറ്റ് അറൗസസ് യുവർ അറ്റൻഷൻ. അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ ക്ലാസ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത് അറൗസൽ ഓർ അറ്റൻഷന്റെ ഒരു ഉദാഹരണമാണ്. പിന്നെയുള്ളതാണ് പ്രോസസ്സിംഗ് സ്റ്റേജ്. ഇവിടെ 2 തരം പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, സൈമിൾട്ടാനിയസും അതുപോലെ തന്നെ സക്സസീവ് പ്രോസസ്സിങ്ങും. സൈമിൾട്ടാനിയസ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ പലതരത്തിൽ, അതായത് ഒരു കൂട്ടം കോൺസെപ്റ്റ്സ് കൊടുത്താൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പെർസീവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇതിന് ഒരു സൊല്യൂഷൻ കൂടെ കണ്ടെത്തുന്ന അതായത് 2ഉം സൈമിൾട്ടാനിയസ് ആയിട്ട് നടക്കുകയാണ്. നമ്മൾ അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു,
പ്രോബ്ലം സോൾവിങ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സൈമൾട്ടാനിയസ് പ്രോസസ്സിംഗ് ആണ് നടക്കുക. ഉദാഹരണത്തിന് RPM അല്ലെങ്കിൽ റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസ്. ഇവിടെ ഈ റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പാറ്റേൺ പോലെയാണ്. ആ പാറ്റേണിൽ ഒരു മിസ്സിംഗ് പീസ് ഉണ്ടാവും. നമ്മൾ ഈ പാറ്റേൺ അനലൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ മിസ്സിംഗ് പീസ് ഏതാണെന്നും ആലോചിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ് സൈമൾട്ടാനിയസ് പ്രോസസ്സിങ്ങിന് ഉദാഹരണമാണ്. ഇനി സക്സസീവ് പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയുമ്പോഴോ നേരത്തെ നമ്മൾ സൈമിൾട്ടാനിയസ് പ്രോസസ്സിങ്ങിന്റെ കേസിൽ രണ്ടും സൈമിൾട്ടാനിയസ് ആയി നടന്നപ്പോൾ സക്സസീവ് പ്രോസസ്സിങ്ങിൽ നമ്മൾ ആ ഇൻഫർമേഷൻ ഒരു സീക്വൻസിൽ അല്ലെങ്കിൽ ഒരു ഓർഡറിൽ റീകോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ റിട്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്നത് നമ്മൾ പറയാറില്ലേ, 6 × 1 = 6, 6 × 2 = 12, 6 × 3 = 18. അങ്ങനെ ആ ഓർഡറിൽ പോകുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷെ പെട്ടെന്ന് നിങ്ങളോട് 6 × 6 എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, പെട്ടെന്ന് 36 എന്ന് പറയണമെന്നില്ല. അതായത് നിങ്ങൾക്ക് ആ ഒരു ഓർഡറിൽ ഫോളോ അല്ലെങ്കിൽ ആ സീക്വൻസ് ഫോളോ ചെയ്താൽ മാത്രമേ ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് റീകോൾ ചെയ്യാൻ പറ്റും. അവിടെ സക്സസീവ് പ്രോസസ്സിംഗ് ആണുള്ളത്. അതായത് ഒരു സക്സസീവ് ആയിട്ടുള്ള സീക്വൻസിന് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് സൈമിൾട്ടാനിയസ് പ്രോസസ്സിംഗ് എന്ത് തരം ടാസ്കുകൾക്കാണ് വേണ്ടത്? നിങ്ങൾ എഴുതുന്നതിനോടൊപ്പം തന്നെ മ്യൂസിക് കേൾക്കുമ്പോൾ അവിടെ നിങ്ങൾ മ്യൂസിക്കും കേൾക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. സൈമിൾട്ടാനിയസ് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. എന്നാൽ സക്സസീവ് പ്രോസസ്സിംഗ് എന്തിനാ ഉപയോഗം വരിക? നിങ്ങളൊരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, അങ്ങനെ ഫോർത്ത് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ലഭിക്കും. അപ്പൊ ഇതാണ് സൈമിൾട്ടാനിയസ് ആൻഡ് സക്സസീവ് പ്രോസസ്സിങ്ങിന് ഉദാഹരണമായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഉള്ളതാണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇൻഫർമേഷൻ ഒക്കെ പ്രോസസ്സ് ചെയ്തു, ഇനി നിങ്ങൾക്ക് എങ്ങനെ ഈ ആക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യണം, അതുപോലെ തന്നെ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവാം എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. മാത്രമല്ല ഈ പ്ലാൻ സക്സസ് ആവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് മോഡിഫൈ ചെയ്യേണ്ടതും കൂടെയാണ്. ഇവിടെയാണ് പ്ലാനിങ് സ്റ്റേജിന്റെ ആ ഒരു പ്രാധാന്യം കടന്നു വരുന്നത്. അപ്പൊ നിങ്ങളൊരു ടെസ്റ്റിന് ട്യൂട്ടേഴ്സിൽ നിന്നൊക്കെ ഹെൽപ്പ് സീക്ക് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ ഡിഫിക്കൽട്ട് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യണം, ആ പോർഷൻസിന് ഒന്നും കൂടെ പ്രാധാന്യം കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ സ്ട്രാറ്റജി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ പ്ലാനിങ് ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അറൗസൽ, അതുപോലെ തന്നെ പ്രോസസ്സിംഗ്, പ്ലാനിങ് ഡിസ്കസ് ചെയ്തു. ഇവിടെ പക്ഷെ ഞാൻ വിട്ടുപോയ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഉണ്ട്, ഞാൻ ഈ സ്ലൈഡിൽ കൊടുക്കാൻ മറന്നു. പക്ഷെ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണം. ആരാണ് ഈ പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസ് മുന്നോട്ട് വെച്ച് തന്നെ? JP ദാസ്, ജാക്ക് നഗ്ലിയേരി ആൻഡ് കിർബി. ഈ 3 വ്യക്തികളാണ് ഈ മോഡൽ ഓഫ് ഇന്റലിജൻസ് കൊണ്ടുവന്നത്. ഇത് ഞാൻ എന്തായാലും നോട്ടിൽ ആഡ് ചെയ്യാം. കോഗ്നിറ്റീവ് അസസ്മെന്റ് സിസ്റ്റം അതും ഇതിൽ 2 പേരായിരുന്നു കൊണ്ടുവന്നത്. ആരൊക്കെയാണ്? JP ദാസും ജാക്ക് നഗ്ലിയേരി. ഇവിടെ കിർബി ഇല്ല. കോഗ്നിറ്റീവ് അസസ്മെന്റ് സിസ്റ്റവും ഈ പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസിനെ ബേസ്ഡ് ആയിരുന്നു. ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജാക്ക് നഗ്ലിയേരിയും JP ദാസും കൂടെ ഒരു കൂട്ടം ടെസ്റ്റ്, ഇവിടെ നിങ്ങൾക്ക് കാണാം എ ബാറ്ററി ഓഫ് ടെസ്റ്റ്. ഇത് നമ്മുടെ ഇലക്ട്രോണിക്സിലുള്ള ബാറ്ററി അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. സൈക്കോളജിയിൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ്. സോ അവരെന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ബാറ്ററി ഓഫ് ടെസ്റ്റ് ഡിസൈൻ ചെയ്തു.
എന്തിനു വേണ്ടി? നമ്മുടെ ബേസിക് ആയിട്ടുള്ള കോഗ്നിറ്റീവ് വൈജ്ഞാനികപരമായിട്ടുള്ള ഫങ്ഷൻസ് ആയ അറ്റൻഷൻ, മെമ്മറി, റിട്ടൻഷൻ ഇതിനൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി. പക്ഷെ സ്കൂളിങ്ങുമായിട്ട് റിലേറ്റഡ് ഒന്നല്ല, സ്കൂളിങ്ങുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിരുന്നു. ഇതിൽ വെർബൽ ടാസ്ക് ഉണ്ടായിരുന്നു, നോൺ വെർബൽ ടാസ്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 5 മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് ഡിസൈൻ ചെയ്തിരുന്നത്. ഇപ്പൊ ഈ കോഗ്നിറ്റീവ് അസസ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളിൽ എന്തെങ്കിലും കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെഫിസിറ്റ് അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠന വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ മനസ്സിലാക്കി പരിഹരിക്കുക എന്നായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ, അതായത് പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസ്, പ്രയർ തിയറി ഓഫ് ഇന്റലിജൻസ്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ തിയറി ഓഫ് ഇന്റലിജൻസ്, ഇവയെല്ലാം എന്താണ്? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച്. അപ്പൊ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് നമ്മൾ ഡീറ്റെയിലിൽ നോക്കിക്കണ്ടു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.